എല്ലാവർക്കും നമസ്കാരം. ലോഹി സ്റ്റാർ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ച് ബോക്സ് റെസിപ്പിയായി സോസേജ് റൈസാണ് ഇന്ന് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണേ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സോസേജ് ഇവിടെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ 2 കപ്പ് ബസ്മതി റൈസ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബസ്മതി റൈസ് നമ്മൾ ഈ റൈസ് റെസിപ്പീസിലൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഇപ്പോൾ റെഡിയാക്കി എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലോ വെളിച്ചെണ്ണയോ ഗീ ബട്ടർ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അത് തന്നെ ഈ സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം എന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുത്ത ശേഷം അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അത് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ചേർത്തെടുത്ത് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കിയ ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് സവാള വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. സ്ലൈസ് ചെയ്തെടുത്തതാണ്. അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു കഷ്ണം പട്ട, ഒരു ഗ്രാമ്പൂ, ഒരു ഏലക്കായ, ഒരു ബേ ലീഫ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കൊടുക്കുന്നത് ക്യാരറ്റാണ്. ഒരു ചെറിയ ക്യാരറ്റ് സ്ലൈസ് ചെയ്തെടുത്തതാണ്. അതും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഒരുപാട് നേരം കുക്ക് ചെയ്തൊന്നും എടുക്കണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ ആ ഒരു നമ്മൾ കുറേ മിക്സ് ചെയ്യുന്ന സമയം കൊണ്ടൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടിക്കോളൂ കേട്ടോ. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സോസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. സോയാ സോസ് 1/4 ടീസ്പൂൺ, ടൊമാറ്റോ കെച്ചപ്പ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹോട്ട് സോസും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഫ്രൈ ചെയ്ത് വച്ചേക്കുന്ന സോസേജ് ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിനും സോസിനൊക്കെ നല്ല ഉപ്പുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. റൈസിനും ആ മസാലയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന 2 കപ്പ് റൈസാണ് കേട്ടോ. അത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ റൈസ് ചേർക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുക്കേണ്ടത്.
ഇത്രയേ ഉള്ളൂ, നമ്മുടെ സോസേജ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മല്ലിയില ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ സോസേജ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയ ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ആക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക്